ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് 5ാം ക്ലാസ്സിലെ തജ്വീദ് 2ാം പാഠവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാഠം 2. സിഫാത്തുൽ ഹുറൂഫി. അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് ബ്രാക്കറ്റിൽ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത്. ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഒരേ മഹ്റജിൽ നിന്നാണ് ത്വാഉം താഉം അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത്. സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത്. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. ഇനി നമുക്ക് തദ്രിബാത്താണ് നോക്കാനുള്ളത്. തദ്രിബാത്തിലെ 1. ഉത്തരം എഴുതാം. 1. സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന്? ഉത്തരം: അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് ബ്രാക്കറ്റിൽ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. 3. ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? ഉത്തരം: സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത്. തദ്രിബാത്തിലെ രണ്ടാമത്തെ വ്യക്തമാക്കാം. ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര? ഉത്തരം: 5. രണ്ടാമത്തെ ചോദ്യം: ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്തുകൾ ഉണ്ടാകും? ഉത്തരം: 7. തദ്രിബാത്തിലെ 3 പൂർത്തിയാക്കാം. 1. ചില സിഫത്തുകൾ യാവാതെ വരികയും ചെയ്യും. ഉത്തരം: ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. 2. 5ൽ ഇല്ല. ഉത്തരം: 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. ഇതാണ് 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 2ാം പാഠം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണേ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.